ഭൂരിപക്ഷം നഷ്ടമായി നയനാർ മന്ത്രിസഭ രാജിവെച്ച് 2 മാസത്തിനു ശേഷം 1981 ഡിസംബറിൽ കെ കരുണാകരൻ മന്ത്രിസഭ രൂപീകരിച്ചു. മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയും KM മാണിയും PJ ജോസഫും മന്ത്രിസഭയിൽ. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ ഭരണപക്ഷത്ത് 70 അംഗങ്ങൾ, പ്രതിപക്ഷത്തും 70 പേർ. ഇരുമുന്നണിയിലുമില്ലാത്ത KK നായർ സർക്കാരിനെ പിന്തുണച്ചു. അപ്പോൾ ഭരണപക്ഷത്ത് 71 പേരായി. പത്തനംതിട്ട ജില്ല രൂപീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് KK നായരുടെ പിന്തുണ. കോൺഗ്രസിലെ AC ജോസ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇരുപക്ഷത്തും 70 അംഗങ്ങൾ വീതം. സ്പീക്കർ കാശിങ്കോട്ടൂർ മന്ത്രിസഭയെ നിലനിർത്തിയത് ഇന്ത്യ ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല, ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായതായിട്ട് അറിയില്ല. അതിൻ്റെ പുറമെ ഈ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം വന്നു. നന്ദി പ്രമേയത്തിന് 6 ഭേദഗതികൾ ഈ പ്രതിപക്ഷക്കാർ ഉന്നയിച്ചു. 6ലും വോട്ടിട്ട് തള്ളേണ്ടതായിട്ട് വന്നു. 6ഉം സ്പീക്കർ കാശും കൂട്ടി. അതിന് പുറമെ നന്ദി പ്രമേയം പാസ്സാക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെയും കാശും കൂട്ടിയിട്ടു. അങ്ങനെ ഒരേ ദിവസം സ്പീക്കർ AC ജോസ് 7 തവണ കാശും കൂട്ടിയിട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് AC ജോസിൻ്റെ എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് എന്നാക്കി മാറ്റിയത്. അങ്ങനെ ഒരു ദിവസം 7 തവണ കാശും കൂട്ടിയത് ഇദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ചേർക്കാനും പുള്ളി അർഹത നേടി. അത് കഴിഞ്ഞിട്ടാണ് സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. കാസ്റ്റിംഗ് ഔട്ട് നടത്തിയ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. പ്രമേയം അവതരിപ്പിച്ച് AK ശശീന്ദ്രൻ. AC ജോസിനെതിരായ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ സഭ നിയന്ത്രിച്ചത് TM ജേക്കബ് ആയിരുന്നു. പ്രമേയത്തെ 70 പ്രതിപക്ഷാംഗങ്ങൾ അനുകൂലിച്ചു. ഭരണകക്ഷി വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. 71 വോട്ട് കിട്ടാത്തതിനാൽ പ്രമേയം പരാജയപ്പെട്ടു. സ്പീക്കർക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതോടെ കാസ്റ്റിംഗ് മന്ത്രിസഭയെ താഴെ വീഴ്ത്താൻ CPIM ശ്രമം തുടങ്ങി. ഭരണമുന്നണിയിൽ നിന്ന് അവർക്ക് വീണ് കിട്ടിയത് കേരള കോൺഗ്രസിലെ ലോനപ്പൻ നമ്പാടനെയാണ്. ലോനപ്പൻ നമ്പാടൻ ഒരു ആത്മാർത്ഥതയുള്ള പൊതുപ്രവർത്തകരും സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനുമായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ഭൗതികമായ സുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടോ കൂറുമാറിയതാണ് എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ CPMൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. മാത്രമല്ല, മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടു പോരുന്നതിന് നമ്പാടനെതിരെ MV രാഘവനും PV കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തെ സ്വാധീനിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം നമ്പാടൻ ചാലക്കുടി പേരാമ്പ്രയുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആരോടൊന്നും പറയാതെ തിരുവനന്തപുരത്ത് എത്തുകയും നേരെ AKG സെൻറ്ററിൽ പോയി മുന്നണി വിട്ടു പോരാനുള്ള തീരുമാനം അവിടെ അറിയിക്കുക. PV കുഞ്ഞിക്കണ്ണൻ്റെ കൂടെ ഗവർണർ പോയി കണ്ട് പിന്തുണ പിൻവലിച്ചായിട്ട് അറിയിക്കുക. അങ്ങനെയാണ് മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ലോനപ്പൻ നമ്പാടൻ മറുകണ്ഠം ചാടിയതോടെ ഭൂരിപക്ഷം നഷ്ടമായ സർക്കാർ രാജിവെച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.